എന്താണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്? ഈ അപസ്മാരം ഏതൊക്കെ രീതിയിലാണ് വരുന്നത്? അപസ്മാരം എന്നത് ജീവിതത്തിൽ ഒന്നിലേറെ തവണ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൂടാതെ ജന്നി വരുന്ന ഒരവസ്ഥയെയാണ് അങ്ങനെ പറയുന്നത്. ഈ അപസ്മാരത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഫിറ്റ്സ് അഥവാ ജന്നി അഥവാ കോട്ട് വെട്ടൽ എന്നൊക്കെ പറയുന്നത്. അതായത് പെട്ടെന്ന് ബോധക്ഷയമുണ്ടായി കാലുകൾ വിറച്ച് താഴേക്ക് വീണ് വായിലൂടെ നുരയും പതയും വരുന്ന അവസ്ഥ. ഇത് കൂടാതെ പെട്ടെന്ന് ശരീരം ബലം പിടിച്ച് സ്റ്റിഫായി പോകുന്ന ടോണിക് സീഷേഴ്സ് എന്ന് പറയുന്ന ഇനവും, പെട്ടെന്ന് ശരീരം അയഞ്ഞ് ലൂസായി താഴെ വീഴുന്ന എറ്റോണിക് സീഷേഴ്സും, കയ്യോ കാലോ അല്ലെങ്കിൽ ദേഹം മൊത്തമോ പെട്ടെന്ന് ഞെട്ടലുണ്ടാകുന്ന മയോക്ലോണസ് എന്ന് പറയുന്ന തരത്തിലും അപസ്മാരം പ്രത്യക്ഷപ്പെടാം. അതുകൂടാതെ സെൻസറി സീഷേഴ്സ്, അതായത് കൈകാലുകളുടെ അഗ്രത്തിലോ ചുണ്ടിന് ചുറ്റുമോ ഉള്ള ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന തരിപ്പ്, പെരുപ്പ് തുടങ്ങിയ ഫീലിങ്സ്, അതും അല്ലെങ്കിൽ കണ്ണിന് മുന്നിൽ പെട്ടെന്ന് കളറുള്ള ലൈറ്റ് മിന്നിമറയുന്ന പോലെ തോന്നുക, ചെവിയിൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത ദുർഗന്ധങ്ങൾ അനുഭവപ്പെടുക, അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് പെട്ടെന്നുണ്ടാവുന്ന അപരിചിതത്വം എന്നിവയെല്ലാം അപസ്മാരത്തിൻ്റെ ലക്ഷണമാകാം. ചിലരിൽ പെട്ടെന്ന് പരിസരബോധം മറന്ന് പെട്ടെന്ന് തുറിച്ചു നിൽക്കുക, അതിനോടൊപ്പം ചവച്ചരയ്ക്കുന്ന പോലെയും ചുണ്ട് നനയ്ക്കുന്ന പോലെയും കൈകൾ തിരുമുന്ന പോലെയും കാണാം. കുട്ടികളിലാണെങ്കിൽ ചിലപ്പോൾ അത് പഠന വൈകല്യം അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം എന്നിവ മാത്രമായിരിക്കാം. ചിലർക്ക് ഉറക്കത്തിൽ മാത്രമായിരിക്കും ജന്നി വരിക. ഇങ്ങനെയുള്ളവർക്ക് രാത്രിയിലുള്ള പല്ലിറുമൽ അല്ലെങ്കിൽ പഠന വൈകല്യം, അല്ലെങ്കിൽ രാവിലെ നാക്ക് കടിച്ചതുപോലെ കാണുക, ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിക്കുക, ഇത്ര മാത്രമേ ലക്ഷണമായിട്ട് കാണുകയുള്ളൂ. ഇങ്ങനെ പല രീതിയിലും നമുക്ക് അപസ്മാരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കാണാം. പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ഒരു തവണ വരുമ്പോൾ സെക്കൻഡുകൾ മുതൽ 2 മുതൽ 5 മിനിറ്റ് വരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൂടാതെ അപസ്മാരം ജന്നി ജീവിതത്തിൽ ഒന്നിലേറെ തവണ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അപസ്മാര രോഗം എന്ന് പറയപ്പെടുക.